അതിഥിയുണ്ട്. എലീസ് ഇവിടെ ദുബായ് മാളിലാണ് ജോലി. ഇന്ന് ലീവാണ് പോലും. ഇപ്പൊ എഴുന്നോ ഓടി എത്തിയോ നല്ല ജാഫി എല്ലാരും ഓവിടെ മാളിലാണോ അല്ലേ? ഓനെ പേര് പറഞ്ഞാൽ ഫുഡ് കംപ്ലീറ്റ് ഫ്രീ കിട്ടുമല്ലേ? ചെറുപ്പേല ഇനി ആരുമില്ല. ചെറുപ്പേല ആരുമില്ല. അല്ല അപ്പൊ ദുബായ് മാളിലെ കറക്കും ബുർജ് ഖലീഫിന്റെ അടുത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ദുബായിൻ്റെ നൈറ്റ് ഡ്രൈവാണ്. ന്യൂ ദുബായ് ആണത്. ന്യൂ ദുബായിൻ്റെ കാഴ്ചകളാണ്. രാത്രി ഇങ്ങനെ ഈ ഒരു വഴി കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ഭംഗിയൊക്കെ അടിപൊളി. റോഡിന്റെ പേര് ഷെയ്ഖ് സായിദ് റോഡ്. ഇതിന് ഒരു സൈഡിലേക്ക് 7 ട്രാക്കും അടുത്ത സൈഡിലേക്ക് 7 ട്രാക്കും അങ്ങനെ 14 ട്രാക്ക് ഉള്ളത്. പിന്നെ ഒട്ടുമിക്ക എല്ലാ എമിറേറ്റ്സിലേക്കും ഈ റോഡ് കണക്ട് ചെയ്തു. ഇതെന്താ ഈ റൈറ്റ് സൈഡിലുള്ള മെട്രോ സ്റ്റേഷന്റെ മെട്രോ ലൈനാണ് ഈ കാണുന്നത്. വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി. 12 വർഷമായി. ഈ ബിൽഡിങ്ങിന് എന്താ ഒരു പ്രത്യേകത അല്ലേ? പഴയ ഏറ്റവും പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ട്രേഡ് സെന്റർ. പണ്ടത്തെ ദുബായിന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഈ ബിൽഡിംഗ്. സെൻട്രൽ ഇത് ഇത്തിസലാത്തിന്റെ ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കണം. റോഡ് ഉണ്ട്. അത് അതിലേക്ക് കയറുന്നത് ഈ ഒരു സൈഡിൽ കൂടെ താഴെക്കൂടെ വരുന്നുണ്ട്. അടിപൊളി. രണ്ട് ബിൽഡിങ്ങിന്റെ നടുവിലാണ് പിടിച്ചു കിടക്കുന്നത്. സംഭവം തന്നെയല്ലേ സ്ട്രക്ചർ. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇത് റോഡാണ്. ഇത് റോഡ് അല്ലേ? അതിന്റെ താഴെ കൂടെ വേറെ റോഡ്. ഷെയ്ഖ് പാലസ്. ആ കാണുന്ന പള്ളിയാണ് ദുബായ് സബീൽ പള്ളിയാണ്. സബീൽ പള്ളിയുള്ള പള്ളിയാണ്. നമ്മുടെ ഈദ്ഗാഹിനൊക്കെ ഷെയ്ഖ് മുഹമ്മദ് ഒക്കെ നമസ്കരിക്കുന്ന പള്ളിയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ അത്രത്തോളം അനുമതിയില്ല. എന്നാലും മൊബൈലൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല. പള്ളിക്ക് ഇത് വേണ്ടിയിട്ടാണോ വീഡിയോ? എന്താണ്? പള്ളിയല്ല, ഇവിടെ പാലസാണ്. പാലസാണ്. സബീൽ പാലസാണ്. സബീൽ പാലസ്. ഷെയ്ഖ് മുഹമ്മദ് പാലസാണ്. ലെഫ്റ്റ് സൈഡിലെ ഗസ്റ്റ് ഹൗസ് ആണ്. റൈറ്റ് സൈഡിലെ പള്ളി. പള്ളി വേണമെങ്കിൽ കയറി കാണാം. വലിയ പള്ളിയാണ്. ഭയങ്കര ഡിസൈൻ ഡെക്കറേഷൻ ഒക്കെ. പള്ളിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ അവിടെ കയറാം. ഷെയ്ഖ് പാലസിൻ്റെ ചെറിയ ക്യാമറ പറ്റില്ല. എഴുതി വെച്ചാൽ ഇവിടെ ഫോട്ടോഗ്രാഫ്. പള്ളി മൊബൈൽ പ്രശ്നമല്ല. മൊബൈൽ എടുക്കുന്നത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കുന്ന അവസരം വേറെ തരാം. പള്ളിയിലെ ഉള്ളു എടുക്കുന്ന സ്ഥലമാണ്. ഈ പൈപ്പ് വരെ നോക്കിയാൽ ഇഷാവിൻ്റെ ടൈം കേട്ടോ. ഇതാണ് പള്ളി. ദുബായിലെ ഫേമസ് പള്ളിയാണ്. വലിയൊരു പള്ളി കേട്ടോ. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തണുത്ത കാറ്റ. പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഈദ്ഗാഹ് പെരുന്നാൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ രാത്രി സമയത്തായതുകൊണ്ട് ലൈറ്റിൽ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്.
വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇത് ജുമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുക. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ നിസ്കരിച്ച ആ ഭാഗത്ത് പുറത്തുനിന്ന് അവിടുന്ന് ഒരു പുറംപള്ളി എന്നുള്ള രീതിയിൽ അവിടെ നിന്നാണ് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ. ഈ ലൈറ്റുകളൊക്കെ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കങ്ങനെ ഉള്ളിൽ കയറാനോ കാണാനോ ഉള്ള അവസരങ്ങളൊന്നുമില്ല. വെള്ളിയാഴ്ച അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ അങ്ങ് കയറിയപ്പോൾ ഡോറ് തുറന്ന് അങ്ങ് കയറിയതാണ്. അവിടെ ഉള്ള ഒരാളെ പെർമിഷൻ എടുത്തിട്ട്. ഇത് ഏതോ രാജ്യത്തുനിന്ന് ഒറ്റ തുണിയിൽ വന്ന കാർപ്പറ്റാണ്. ഒറ്റ നെയ്ത്തിൽ വന്ന കാർപ്പറ്റാണ്. ചുവൽപ്പണ്ട് ഈ പള്ളിയിൽ വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസം മറ്റൊക്കെ ഫുള്ളായിട്ട് ആൾക്കാർ ഉണ്ടാവുന്ന പള്ളിയും കൂടിയാണ്. അതായത് ഫുള്ളായിട്ടാണ്. അതായത് പക്ഷേ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടും ആൾ കൂടുതൽ കൊള്ളും. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മിനാര നോക്കി അടിപൊളിയില്ലേ. മിമ്പർ ഈ ഡോറ് തന്നെ നല്ല ഭംഗി. സൈലൻ്റ് ആണ്. എന്നാ പോവാണ്. നമ്മൾ പോകുന്നത് റൈറ്റ് സൈഡിലെ വീടുകളൊക്കെ. അതായത് റൈറ്റ് സൈഡിൽ, അതായത് VIP വീടുകളാണ്. ഈ ലെഫ്റ്റ് സൈഡിലാണ് പാലസിന്റെ ഒരു ഗേറ്റ് കിട്ടുന്നത്. അത് ഈ റൗണ്ട് ഓപ്പോട്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് ഓപ്പോട്ടിന്റെ അടുത്ത്. അവിടെ മുതൽ അങ്ങോട്ട് നമുക്ക് റെക്കോർഡ് കിട്ടിയാലും ഏരിയ ആണത്. ഈ ലെഫ്റ്റ് സൈഡിലല്ലേ? ഓക്കെ, കാണിച്ചു പാലസിന്റെ ഗേറ്റ് ആണ്. കൊടി കാണുമ്പോ ലൈൻ ഉണ്ടല്ലേ? ഹലോ, അവിടെ ബോർഡ് ഉണ്ടോ? പ്രൈവറ്റ് ഏരിയ. അങ്ങോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അതാണ് അടുത്ത പാലസ്. ദുബായിന്റെ ഹൃദയത്തിലാണ് ഈ പാലസ്. റോഡ്, മെയിൻ സ്ട്രീറ്റുകൾ, ഏറ്റവും പുതിയ ദുബായിന്റെ. റെഡ് ഉദ്ദേശിക്കുന്ന സ്പീഡ് മാർക്കാണ്. പിന്നെ മാത്രമല്ല കുറച്ച് എന്താ പറയാ VIP ഏരിയ ആണല്ലോ. സ്പീഡ് മാർക്കാണ് അതിന്റെ മെയിൻ. പക്ഷെ അതിന് VIP ഏരിയയിൽ കൂടി ആകുമ്പോൾ 40 സ്പീഡിലൊക്കെ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം. ഇതാണ് നമ്മുടെ അതിന്റെ ബോർഡ്. അവിടെ ജബീൽ പാലസ് ബോർഡ് കണ്ടില്ലേ? ഇവിടെ ഇറങ്ങാൻ പറ്റും. അവിടെ പോലീസ് ജബീൽ പാലസ്. ഇവിടുത്തെ ലൈറ്റിംഗ് തന്നെ അടിപൊളിയല്ലേ? പിന്നെ വാ, അടിപൊളിയല്ലേ ലൈറ്റിംഗ് ഒക്കെ. വാ, ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ചെറിയ തൈകളുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ലൈറ്റാണ്. ജബീൽ പാലസിലാണ്. ഇവിടെ ഒന്നും ഒരാൾ പോലും ഉണ്ടാവില്ല. ഇവിടെ നമ്മളെ കൊണ്ടുവന്നിട്ടാണ് സഫർക്ക അഞ്ജലിസ്. ബുർജ് ഖലീഫിൻ്റെ വ്യൂ ആണ് ഇവിടുന്ന്. കൊട്ടാരം. എങ്ങനെയുണ്ട് പാലസ്? അടിപൊളിയല്ലേ? പാലസിൻ്റെ പുറത്തെ കാഴ്ചകളെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ കയറാൻ സമ്മതിക്കില്ല. പാലസിൻ്റെ പുറം കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ മടങ്ങാം. ജലീസിൻ്റെ കൂടെ
അപ്പം ഇന്ന് ഞായറാഴ്ച രാത്രിയാണിത്. നമ്മളെ മാളിലെ കാഴ്ചകളും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ജലീസിൻ്റെ കൂടെ. ആണോ? നാളെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാള്. ദുബായ് മാള് കഴിഞ്ഞാൽ പിന്നുള്ളൊരു മാളാണ് ദുബായിത്തെ. ലേസർ ഷോ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളാണിത്, കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ സമയം രാത്രി 8:48. വാ ഓക്കെ, ബിൽഡിങ്ങിൽ ആഡ്. എല്ലാവരും ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്.
ബോട്ട് റൈഡേഴ്സ് കേട്ടോ. റൈഡിന് ബോട്ട് റൈഡിന് വേണ്ടി പോവാം. വാട്ടർവേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് എടുക്കുക, ഇവിടെ ബോട്ട് വരുന്നുണ്ട്, ബോട്ടിൽ കയറുക. ഇതാണ് നെക്സ്റ്റ്. ഇതാണ് ബോട്ടും തോന്നുന്നു. ടിക്കറ്റ് എടുത്ത് പോയാലേ അറിയുള്ളൂ. ബോട്ട് സർവീസ് മെട്രോ സ്റ്റേഷനിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ സഫർക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. ജലീസ് അതാ എത്തി, ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാണ് കേട്ടോ. ഓ വലിയ ബോട്ടാണ്. വാ വാ, ഇത് അടിപൊളി ബോട്ടാണല്ലോ. വിൻഡോ സീറ്റൊക്കെ ഫുള്ളായി. എന്തായാലും ഉള്ള സ്ഥലത്തിരിക്കുക. ഇതാണ് ബോട്ടിൻ്റെ ഇൻസൈഡ്. നല്ല അടിപൊളി സീറ്റുകൾ. ഞാനും ജലീസും ഉണ്ട്. ഇന്ന് ജലീസാണ്, ജലീസും സഫർഖാൻ ടീമുമാണ് കൊണ്ടെടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ മെട്രോയിൽ കയറുന്നു. ബോട്ട് യാത്ര തുടങ്ങി. അതേപോലത്തെ ബോട്ട്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ലൈറ്റിംഗ് ഡിസൈൻ നോക്കി. ചെറിയ സ്പീഡ് ബോട്ടുകൾ. അപ്പോൾ ബോട്ട് യാത്ര കഴിഞ്ഞ് 10 മണി കേട്ടോ. ഈ മെട്രോയിലൊന്ന് കയറണം.